യെസ്, ഒരു മിനിറ്റിൽ നമുക്ക് 4 മാർക്ക് നേടിയല്ലോ. എന്നവാ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ABC നോക്കി താഴെ നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം കെമിക്കൽ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ പാർട്ട് എ? പാർട്ട് എയിൽ കാണപ്പെടുന്നത് കെമിക്കൽ രാസവസ്തു ഏതെന്നാ? പാർട്ട് ഏതാടാ? സിനാപ്റ്റിക് നോബ് അല്ലേ? സിനാപ്റ്റിക് നോബ് ഉണ്ടാക്കുന്ന രാസവസ്തു കെമിക്കൽ ഏതാ? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഏതാണ് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം ഏതാ? അസെറ്റൈൽ കോളിൻ. എന്താണ് അസെറ്റൈൽ കോളിൻ? ഇനി അടുത്ത് ചോദിച്ചോ, ഈ ബിയുടെയും സിയുടെയും ഫംഗ്ഷനാണ് ചോദിച്ചത്. ബി എന്താടാ? ആക്സോൺ. എന്താണ് ആക്സോൺ? സി എന്താ? ഡെൻഡ്രൈറ്റ്. എന്താണ് ഡെൻഡ്രൈറ്റ്? അപ്പം ബിയുടെ ആക്സോണിന്റെ ഫംഗ്ഷൻ എന്താ? ക്യാരി മെസ്സേജസ് ഫ്രം സെൽ ബോഡി ടു ഔട്ടർ എന്നല്ലേ? സെൽ ബോഡി ടു ആക്സോൺ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ? ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അതായത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ സ്വീകരിക്കുന്നതാകാം. ആക്സോണിന്റെ ഫംഗ്ഷൻ എന്താ? ആക്സോണിന്റെ ധർമ്മം എന്താ? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ ആക്സോണൈറ്റിലേക്ക് എത്തിക്കുന്നു. കുഴപ്പമുണ്ടോടാ? സെറ്റ് അല്ലേ? അപ്പൊ നോക്കിക്കോ, ഈ ഒരു ന്യൂറോണിന്റെ ഭാഗങ്ങൾ ആദ്യം സെൽ ബോഡി എത്തും, പിന്നെ ഡെൻഡ്രോൺ എത്തും, പിന്നെ ഡെൻഡ്രൈറ്റ് എത്തും, പിന്നെ കോശ ശരീരം എത്തും, പിന്നെ ആക്സോൺ എത്തും, പിന്നെ ആക്സോണൈറ്റ് എത്തും, സിനാപ്റ്റിക് നോബ് എത്തും. അപ്പൊ ആ ന്യൂറോണിന്റെ ഭാഗത്തിന്റെ മക്കൾക്ക് സെറ്റ് അല്ലേ?